ഹായ് മക്കളെ, നമുക്കിന്ന് 1ാം ക്ലാസ്സിലെ ഇൻ്റഗ്രേഷൻ ഡേ 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. പ്രവർത്തനം 6. ചിരിക്കുന്ന പാവ. വായിക്കൂ, നിറം നൽകൂ. മക്കളെ ഇവിടെ എഴുതിയിരിക്കുന്നത് വായിക്കാം. കറുത്ത മുടി, ചുവന്ന ചുണ്ട്, പച്ച കുപ്പായം, നീല വള, നീല മാല. മക്കളെ ഇവിടെ ഒരു പാവയുടെ ചിത്രം തന്നിട്ടുണ്ട്. ഈ പാവയ്ക്ക് മക്കൾ നിറം നൽകുകയാണ് വേണ്ടത്. എങ്ങനെ നിറം നൽകണമെന്നാണ് നിർദ്ദേശമാണ് അവിടെ തന്നിട്ടുള്ളത്. കറുത്ത മുടിയായിരിക്കണം, ചുവന്ന ചുണ്ടായിരിക്കണം, പിന്നെ പച്ച കുപ്പായമായിരിക്കണം. അപ്പോൾ അവിടെ പച്ച കുപ്പായത്തിന് മക്കൾ എന്ത് ചെയ്യണം? പച്ച നിറം നൽകണം. അടുത്ത് വരുന്ന നീലവള. ആ പാവയുടെ കയ്യിൽ കിടക്കുന്ന വളയ്ക്ക് നീല നിറം നൽകണം. അതുപോലെ തന്നെ മാലയ്ക്കും നീല നിറം നൽകണം. മക്കളെ ഇതുപോലെയാണ്. പ്രവർത്തനം 7. ആടാം, പാടാം, പാടാം, എഴുതാം. മക്കളെ ഈ പ്രവർത്തനം വരികൾ കൂട്ടിച്ചേർത്ത് എഴുതേണ്ട പ്രവർത്തനമാണ്. നോക്കൂ മക്കളെ, ആദ്യം എന്താ എഴുതിയിരിക്കുന്നത്? പാവ, പാവ, ആടുന്ന പാവ. അടുത്തെന്താ എഴുതിയിരിക്കുന്നത്? പാവ, പാവ. അവിടെ നമ്മൾ എഴുതി ചേർക്കണം എന്താ? പാടുന്ന പാവ. മക്കളെ മൂന്നാമത്തെ ബോക്സിൽ നമുക്ക് വീണ്ടും എഴുതാം. പാവ, പാവ, കളിക്കുന്ന പാവ. അടുത്തെന്താ എഴുതാം മക്കളെ? പാവ, പാവ, ചിരിക്കുന്ന പാവ. പ്രവർത്തനം 8. ചെറുതും വലുതും തരംതിരിക്കാം, വരച്ചു ചേർക്കാം. മക്കളെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നടുക്കിൽ കണ്ടോ 2 ഇലകൾ തന്നിട്ടുണ്ട്. വാഴയിലയാണ് അല്ലേ? വലിയ വാഴയിലയുമുണ്ട്, ചെറിയ വാഴയിലയുമുണ്ട് അല്ലേ? അതിന് ചുറ്റും 5 പൂക്കളുണ്ട്, 5 തരം പൂക്കളുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, വലിയ പൂക്കളെ എല്ലാം വലിയ ഇലയിലോട്ട് വരച്ച് ചേർക്കണം, ചെറിയ പൂക്കളെ ചെറിയ ഇലയിലോട്ട് വരച്ച് ചേർക്കണം. മക്കളെ റോസ വലിയ പൂവാണോ ചെറിയ പൂവാണോ? വലിയ പൂവാണ് അല്ലേ? അപ്പം നമുക്ക് വലിയ ഇലയിലോട്ട് വരച്ച് ചേർക്കാം. അടുത്ത് ചെമ്പരത്തി വലിയ പൂവാണോ ചെറിയ പൂവാണോ? വലിയ പൂവാണ് അല്ലേ? നമുക്ക് വലിയ ഇലയിലോട്ട് വരച്ച് യോജിപ്പിക്കാം. അടുത്ത് കാണുന്ന പൂവ് ഏതാ? ഡാലിയ. ഡാലിയ വലിയ പൂവാണോ ചെറിയ പൂവാണോ? വലിയ പൂവാണ് അല്ലേ? അപ്പം നാം എന്ത് ചെയ്യണം? വലിയ ഇലയിലോട്ട് വരച്ച് യോജിപ്പിക്കണം. അടുത്ത് നോക്കൂ, തെച്ചി. തെച്ചി ചെറിയ പൂവാണോ വലിയ പൂവാണോ? ചെറിയ പൂവാണ് അല്ലേ? അപ്പോൾ ചെറിയ ഇലയിലോട്ട് വരച്ച് യോജിപ്പിക്കുക. താഴെ നോക്കൂ, മുല്ല തന്നിട്ടുണ്ട് അല്ലേ? ഈ മുല്ലപ്പൂവ് ചെറിയ പൂവാണോ വലിയ പൂവാണോ? ചെറിയ പൂവാണ് അല്ലേ? അപ്പം ചെറിയ ഇലയിലോട്ട് വരച്ച് യോജിപ്പിക്കുക. പ്രവർത്തനം 9. വലിയ ചെടി. വായിക്കാം, വരയ്ക്കാം. മക്കൾ അവിടെ എഴുതിയിരിക്കുന്നത് വായിക്കാം. വലിയ ചെടി. മക്കൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു വലിയ ചെടി വരയ്ക്കണം. ചെറിയ ഇല. ചെറിയ ഇലയാണ് ഈ ചെടിക്ക് വേണ്ടത്. പിന്നെ പൂവ് ചുവന്ന പൂവാണ്, ചുവന്ന പൂവും വരയ്ക്കണം. മക്കളെ ഇതുപോലെയാണ്. പ്രവർത്തനം 10. ഇതളുകൾ, ഇതളുകൾ വരച്ചു ചേർക്കൂ. മക്കളെ ഇവിടെ പലതരം പൂക്കൾ തന്നിട്ടുണ്ട് അല്ലേ? ഇതിലെ ടീച്ചർ പറയുന്ന നിർദ്ദേശമനുസരിച്ച് 5 ഇതളുകൾ വരുന്ന പൂക്കളെയാണ് ആ പൂക്കൂടയിലോട്ട് വരച്ച് യോജിപ്പിക്കേണ്ടത്. നമുക്ക് ചെമ്പരത്തി പൂവിൽ നിന്ന് തുടങ്ങാം. ചെമ്പരത്തി പൂവിന് എത്ര ഇതളുകളാണുള്ളത്? മക്കളെ ചെമ്പരത്തി പൂവിന് 5 ഇതളുകളാണുള്ളത്. അപ്പോൾ ചെമ്പരത്തി പൂവിനെ പൂക്കൂടയിലോട്ട് വരച്ച് യോജിപ്പിക്കണം. മക്കളെ അടുത്ത് വരുന്നത് കോളാമ്പി പൂവാണ്. കോളാമ്പി പൂവിന് എത്ര ഇതളുകളുണ്ട്? 5 ഇതളുകളുണ്ട്. ഈ പൂവിനെ നമുക്ക് പൂക്കൂടയിലോട്ട് വരച്ച് യോജിപ്പിക്കാം. അടുത്ത് വരുന്നത് റോസാപ്പൂവാണ്. റോസാപ്പൂവിന് 5 ഇതളുകളല്ലല്ലോ, കൂടുതൽ ഇതളുകൾ വരുമല്ലോ. അപ്പം നമുക്ക് റോസാപ്പൂവിനെ പൂക്കൂടയിലോട്ട് വരച്ച് യോജിപ്പിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് വരുന്നത് നിത്യ കല്യാണി. നിത്യ കല്യാണിയിൽ എത്ര ഇതളുകൾ ഉണ്ടെന്ന് എണ്ണി നോക്കിയേ. 5 ഇതളുകളുണ്ട്. അപ്പോൾ നിത്യ കല്യാണിയെ നമുക്ക് പൂക്കൂടയിലോട്ട് വരച്ച് യോജിപ്പിക്കാം. നെക്സ്റ്റ് വരുന്നത് ഡാലിയപ്പൂവ്. ഡാലിയപ്പൂവിന് ഇതളുകൾ ധാരാളമുണ്ട് അല്ലേ? അപ്പോൾ ഡാലിയപ്പൂവിനെ നമുക്ക് പൂക്കൂടയിലോട്ട് വരച്ച് യോജിപ്പിക്കാൻ പറ്റില്ല. അടുത്ത് നോക്കിയേ, മുല്ലപ്പൂവ്. മുല്ലപ്പൂവിൽ എത്ര ഇതളുകളുണ്ട്? 5 ഇതളുകളുണ്ട്. അപ്പോൾ മുല്ലപ്പൂവിനെ നമുക്ക് പൂക്കൂടയിലോട്ട് വരച്ച് യോജിപ്പിക്കാം. അടുത്ത് വരുന്നത് അരളിപ്പൂവാണ്. അരളിപ്പൂവിൽ എത്ര ഇതളുകളുണ്ട്? 5 ഇതളുകൾ. അപ്പോൾ അരളിപ്പൂവിനെ നമുക്ക് പൂക്കൂടയിലോട്ട് വരച്ച് യോജിപ്പിക്കാം. മക്കളെ ഇതോടുകൂടി ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. മക്കൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം. നന്ദി.